ഹലോ ഫ്രണ്ട്സ്, വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ലിംഗഭേദ ചരിത്രം, അതായത് ജെൻഡർ ഹിസ്റ്ററിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൻ്റെ അവസാനം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ജെൻഡർ ഹിസ്റ്ററിയിലെ പ്രധാന ചരിത്രകാരിയായിരുന്നു ഗേഡ ലേണർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗേഡ ലേണറെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഗേഡ ലേണറെ പറ്റി പറയുകയാണെങ്കിൽ 1920 ജനിച്ച് 2013 ഏകദേശം ഈ ഒരു അടുത്താണെന്ത് ഈ ഒരു ഗേഡ ലേണർ മരണപ്പെടുന്നത്. അമേരിക്കക്കാരിയാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീപക്ഷപാതത്തിൻ്റെ വാക്താവ്, അതായത് സ്ത്രീകളുടെ ചരിത്രത്തിനു വേണ്ടി, അതായത് സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ചരിത്രകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഗേഡ ലേണറെ പറ്റി പറയാം. അതേമാതിരി തിരക്കഥ രചയിതാവാണ്, നോവലിസ്റ്റൊക്കെയാണ് ആര് ഈ ഒരു ഗേഡ ലേണർ എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂക്ക് സർവകലാശാലയിൽ ചരിത്ര വിഭാഗം പ്രൊഫസറാണ്. അതേപോലെ തന്നെ ഈ ഒരു വിസ്കോൺസിൻ സർവകലാശാലയിലും ചരിത്ര വിഭാഗം പ്രൊഫസറാണ് ആര് ഈ ഒരു ഗേഡ ലേണർ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഈ ഒരു അമേരിക്കയെ നമുക്കറിയാം ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും വലിയ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇത് ഈ ഒരു അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അമേരിക്കയിലെ ദേശീയ വനിതാ സംഘടന, അതായത് വനിതകൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ദേശീയ വനിതാ സംഘടന രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്ഥാപക അംഗങ്ങളിൽപ്പെട്ട ഒരാളാണ് ആര് ഈ ഒരു ഗേഡ ലേണർ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഒരു വുമൺ സ്റ്റഡീസ് എന്നുള്ളൊരു പാഠ്യപദ്ധതിനെ ആര് തയ്യാറാക്കി, ഈ ഒരു ഗേഡ ലേണർ തയ്യാറാക്കി. അതായത് സ്ത്രീകളെക്കുറിച്ച് എല്ലാവരും പഠിക്കണം, അങ്ങനെ സ്ത്രീകളുടെ മഹത്വം മനസ്സിലാക്കണം, സ്ത്രീകളും എല്ലാത്തിലും ഉൾപ്പെടുന്നുണ്ട്, അവർക്കും സമൂഹത്തിൽ പങ്കുണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, സ്ത്രീകളെക്കുറിച്ച് എല്ലാവരും അറിയാൻ വേണ്ടി വുമൺ സ്റ്റഡീസിന് എന്തായി ഒരു പാഠ്യപദ്ധതി ആര് തയ്യാറാക്കി, ഈ ഒരു ഗേഡ ലേണർ തയ്യാറാക്കി. അങ്ങനെ ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു കോഴ്സൊക്കെ തുടങ്ങുന്നുണ്ട്. അതായത് 1963 ന്യൂ സ്കൂൾ ഫോർ സോഷ്യൽ റിസർച്ചിൽ എന്തായി ലോകത്തിൽ ആദ്യമായിട്ട് സ്ത്രീപക്ഷ ചരിത്ര പഠന കോഴ്സ് തുടങ്ങിയത് ആരാണ്, ഈ ഒരു ഗേഡ ലേണറാണ്. എന്നാണ് ഈ ഒരു കോഴ്സ് തുടങ്ങിയത്? 1963. അങ്ങനെ പിന്നെ ഈ ഒരു ചരിത്ര രചനയിൽ ആദ്യമായി ഒരു ഫെമിനിസ്റ്റ് സമീപനം, അതായത് ഫെമിനിസ്റ്റ് സമീപനം കൊണ്ടുവന്ന ആദ്യ ചരിത്രകാരി എന്നുള്ള ആ ഒരു അവാർഡ്, ആ ഒരു ബഹുമതി ആർക്കാണ്? ഈ ഒരു ഗേഡ ലേണർക്കാണുള്ളത്. ചരിത്രത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ് അംഗീകരിക്കപ്പെടുന്നത്. അതായത് ഫെമിനിസ്റ്റ് ചിന്താഗതി ആദ്യമായി ചരിത്രത്തിൽ കൊണ്ടുവന്ന ഒരു ചരിത്രകാരി എന്നറിയപ്പെടുന്നത് ഈ ഒരു ഗേഡ ലേണറാണ്. പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു ഗേഡ ലേണറിൻ്റെ കുറച്ച് ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ദി ലേഡി ആൻഡ് മിൽ ഗേൾ, ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക, അതേമാതിരി ദി ഫീമെയിൽ എക്സ്പീരിയൻസ്, വൈ ഹിസ്റ്ററി മാറ്റേഴ്സ്, വുമൺ ആൻഡ് ഹിസ്റ്ററി. ഇതൊക്കെയാണ് ഗേഡ ലേണറിൻ്റെ ഈ ഒരു പ്രധാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അമേരിക്കയിലെ ഈ ഒരു ബ്ലാക്ക് വുമൺസ് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരായ കുറേ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു അമേരിക്കക്കാരിൽ നിന്നുണ്ടായി കുറേ പ്രയാസങ്ങൾ, കുറേ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്തായിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രന്ഥങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു ഗേഡ ലേണറെ പറ്റി 2 മാർക്കോ 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതേമാതിരി തന്നെ ജെൻഡർ ഹിസ്റ്ററിയെ പറ്റി എഴുതുമ്പോൾ ജെൻഡർ ഹിസ്റ്ററി എന്താണെന്ന് എഴുതണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രസക്തി എഴുതണം. അതുപോലെ തന്നെ ഈ ഒരു ഗേഡ ലേണറെ പറ്റിയും ഒരു 2-3 പോയിൻ്റുകൾ എന്താവണം അതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതേമാതിരി തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഒരു ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾ കയറിയാൽ നമ്മളെടുക്കുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ എല്ലാ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാത്തതുണ്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ കേൾക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.